ഹായ് ഗൈസ്, വെറുതെ ഇരിക്കുമ്പോൾ തോന്നി ഒരു പായസം ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ സേമിയ എടുത്ത് നമുക്കൊരു ഗ്ലാസ്, കഷ്ടിച്ചൊരു ഗ്ലാസ് മതി കേട്ടോ, വേറെ ഒന്നും ഉണ്ടാവും. അപ്പം ഒരു ഗ്ലാസ് സേമിയ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് വറക്കാം കേട്ടോ. നെയ്യിൽ വറുത്താൽ നന്നായിരിക്കും. സോ നെയ്യിലാണ് ഞാൻ വറുക്കാൻ പോകുന്നത്. സോ അങ്ങനെ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇത് ഒന്ന് വറക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു ഇതെത്തുന്ന വരെ നമ്മളിതിങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല നെയ്യിൻ്റെ മണമൊക്കെ വരുന്നത് സൂപ്പറായിട്ടുണ്ട്. കുറേ ആയിട്ട് പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ലെറ്റ് മീ മേക്ക് ലിറ്റിൽ പായസം. കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്നാക്കിന് പകരം നമുക്ക് പായസം കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് ഡൺ. ഞാനൊരു ഈസി പരിപാടിക്ക് വേണ്ടി വാട്ട് ഐ ഗോണ ഡു ഇസ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകണം. സോ ഇനി ഇതൊന്ന് വേവട്ടെ. ഇൻവൈൽ ഞാൻ ഇനി ഒരു പാത്രത്തിൽ പാല് വെച്ച് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇത് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കുറേ നേരം അതിൽ കിടന്ന് വേവണം. ഐ തോട്ട് ഇതൊന്ന് വേവട്ടെ. ഞാനൊരു പാത്രത്തിനകത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പാലിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. സോ ഇവിടെ പാല് തിളയ്ക്കുന്നതേ ഉള്ളൂ. തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. മീൻവൈൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ഒന്ന് മെൽറ്റ് ആവട്ടെ. Then you can add the milk. So you'll be thinking, what is this process? ഞാനല്ല, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഗൈസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട്, ഞാൻ പറയില്ലേ, ദ ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ് അല്ല എൻ്റെത്. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ ഫീൽ വിച്ച് വിൽ ബി ഗുഡ് ആൻഡ് ഈസിയർ ദാറ്റ് വേ ഐ കുക്ക്. എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ. സോ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഓഫ് ചെയ്തില്ലെങ്കിൽ പാല് കാച്ചൽ ചടങ്ങായിപ്പോൾ. ഓക്കെ, സോ ജസ്റ്റ് ഗോണ ഓഫ് ദിസ് ഗൈസ്. നല്ല ചൂട് പാല് ഗോണ pour into this. നല്ല ചൂടാട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചൊന്ന് വീണു. ബട്ട് നെവർ മൈൻഡ്, ഇതൊക്കെ കുക്കിംഗ് ചെയ്യുമ്പം സാധാരണയാണ്. വാവ്. സോ ഈ ഒരു കൺസിസ്റ്റൻസി മതി എനിക്ക്. നൗ ലെറ്റ് ഇറ്റ് ഇതിനകത്തൊന്നും കിടന്ന് മിക്സ് ആവട്ടെ. മീൻവൈൽ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ടാലോ. അത് നല്ല നെയ്ക്കകത്ത് വേണം വറക്കാൻ. ഓക്കെ, സോ ഞാനൊരു ചെറിയ പാനിനകത്ത് നെയ്യ് ചൂടാക്കുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓ പിന്നെ ഞാനൊരു സാധനം മറന്നു ഗൈസ്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഇസ് ഇറ്റ്? യെസ്, കാർഡമം. അത് നമ്മൾ പൊടിച്ച് ചേർക്കണം. അപ്പോൾ നെറ്റിബി സൂപ്പർ. സോ ഇത് നെയ്ക്കകത്ത് നന്നായിട്ട് മെലിഞ്ഞ് വരണം. നമ്മുടെ കിസ്മിസൊക്കെ ഇങ്ങനെ വീർത്ത് വരണം. അതുവരെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. സോ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. യു ക്യാൻ സീ അല്ലേ. ഇനി ഇതിൽ ഈ അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ലൈറ്റ് ഷെയ്ഡ് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ. വാവ്, ഇപ്പം എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട്. സൂപ്പർ അല്ലേ, വെരി നൈസ്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇസ് റെഡി. ഗൈസ്, ദി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഐ ആം ജസ്റ്റ് പുട്ടിങ് ദിസ് കാർഡമം. സോ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇസ് റെഡി ഗൈസ്. സോ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് ദി ഹർഷ സ്റ്റൈൽ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.